पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ തത്വമസി മഹാവാക്യത്തെ കുറിച്ചിട്ടാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവതുര്യത്തിൽ ത്വം എന്നായ നീ ജീവനാകും, പരതുര്യത്തിൽ തൽപരം തന്നെ ആത്മാവാകും, ത്വം തത്പദങ്ങളാകും, ദ്വൈതത്തെ ഏകമാക്കും, ആകുന്നു എന്നുരയ്ക്കും അസീപദം ധരിച്ചിടൂ. അപ്പോൾ തത്വമസി എന്ന വാക്കിൻ്റെ ആ മഹാവാക്യത്തിൻ്റെ അർത്ഥം തിരുമൂലദേവൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. എന്താണ് ത്വം? 3 അക്ഷരങ്ങൾ ചേർന്നതാണ് തത്വം അസി. അതിൽ തത്ത് എന്താണെന്നും ത്വം എന്താണെന്നും അസി എന്താണെന്നും ഇവിടെ തിരുമൂലദേവൻ വ്യക്തമാകുന്നു. ആദ്യം ത്വം എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ജീവതുര്യത്തിൽ ത്വം എന്നായ നീ ജീവനാകും. അപ്പോൾ തത്വം അസി, ത്വം നീ ആരാണ്? ജീവനാകുന്നു. ജീവതുര്യത്തിൽ ത്വം എന്നായ നീ ജീവനാകും. ഇതിനാണ് ജീവതുരീയം എന്ന് പറയുന്നത്. അതായത് തുരീയ തലത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ തുരീയം പലതായി വിഭജിക്കപ്പെടുന്നു. അതിലൊന്ന് ജീവതുരീയം എന്നാണ്. പിന്നെ അതേപോലെ പരതുരീയമുണ്ട്. അതിൽ ജീവതുര്യം ആണ് ത്വം, നീ എന്ന് പറയുന്ന ജീവനാകുന്നു. പിന്നെ പരതുര്യത്തിൽ ത്വം പദം ആത്മാവാകും. അതിൽ ത്വം എന്ന പദം ജീവനാകുമ്പോൾ തത്ത് എന്ന പദം എന്താകുന്നു? പരതുര്യത്തിൽ ആത്മാവായിത്തീരുന്നു. അപ്പോൾ തത്ത് ആത്മാവും ത്വം ജീവനും ആകുന്നു. പിന്നെ ത്വം തത്പദങ്ങളാകും ദ്വൈതത്തെ ഏകമാക്കും. അപ്പോൾ ഈ 2 പദങ്ങളെ ഏകമാക്കുന്ന, ഒന്നാക്കുന്ന പദമാണ് ആകുന്നു എന്നുരയ്ക്കും അസീപദം ധരിച്ചിടൂ. അസി എന്നാൽ ഒന്നാകുന്നു എന്നാണ്. അപ്പോൾ നീ, അതായത് ജീവൻ ആത്മാവാകുന്നു എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ തത്വമസിക്ക് അർത്ഥം പറയുന്നത് ജീവൻ ആത്മാവാകുന്നു. അപ്പോൾ ജീവനും ആത്മാവും ഒന്ന് തന്നെയാണ്. ജീവനും ആത്മാവും വേറിട്ടല്ല, അവ ഏകമാണ്, ഒന്നാണ്. അപ്പോൾ ജീവൻ തന്നെ ആത്മാവ്, ആത്മാവ് തന്നെ ജീവൻ. ഇതാണ് ഈ വാക്കുകളുടെ അർത്ഥം. കർത്താവും ഭോക്താവുമായ ജീവനെന്ന നീ അഥവാ ത്വം നിൻ്റെ ചിത്ത സംസ്കാരത്തെ ജീവതുരീയാവസ്ഥയിൽ കേവലം ജീവപ്രജ്ഞ എന്ന സ്ഥൂല സൂക്ഷ്മങ്ങളായ അന്യ പദാർത്ഥങ്ങളിൽ ഒന്നടക്കി നിർത്തിയിട്ടുള്ളതാണ്. പ്രജ്ഞ ജീവനിൽ മാത്രമായി അടങ്ങി നിൽക്കുന്നു എന്നർത്ഥം. ഈ അവസ്ഥയിൽ ജീവൻ തന്നെയാണ് തൻ്റെ സ്വരൂപമായ ആത്മാവ് എന്ന് അയാൾ അറിയുന്നു. ജീവപരാവസ്ഥകൾ രണ്ടും വിട്ടൊഴിഞ്ഞ ശിവതുരീയം എന്ന അവസ്ഥയിൽ ജീവബോധവും പരബോധവും മറഞ്ഞ് ശിവബോധത്തിൽ കലർന്ന് അഹങ്കാരവും നശിച്ച് അദ്വൈതമാർന്ന് എല്ലാ തത്വങ്ങളെയും വിട്ടകന്ന് തത്വം ചേർന്ന ശിവപ്രജ്ഞയായി മാറി തത്വമസി എന്ന സത്യപ്പൊരുളായി
തീരുന്നു. ഇതാണ് തിരുമൂലദേവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് തന്നെയാണ് എല്ലാ ഉപനിഷത്തുകളും നമ്മളോട് പറയുന്നത്. ഇപ്പോൾ രുദ്രഹൃദയോപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്തുണ്ട്. ആ രുദ്രഹൃദയോപനിഷത്തിലെ ഒരു ഭാഗം നമുക്ക് നോക്കാം. സനാതനവും സർവാധിഷ്ഠിതവും മാനവ ഗതിത്വവും സച്ചിദാനന്ദ സ്വരൂപവുമായ പരബ്രഹ്മത്തെ നല്ലപോലെ അറിയുന്നവൻ സമ്പൂർണ്ണ രഹസ്യവും അറിഞ്ഞവനായിത്തീരുന്നു. എന്തെന്നാൽ ആ പരബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായിട്ട് ഒന്നുമില്ല. ഇതെല്ലാം അതിൻ്റെ രൂപം തന്നെ. പര എന്നും അപര എന്നും രണ്ട് വിദ്യകളുണ്ട്. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങളും ശിക്ഷ, കൽപ്പം, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം എന്നിങ്ങനെയുള്ള 6 ശാസ്ത്രങ്ങളും അപരാവിദ്യയാണ്. ഇവയിൽ ആത്മാവിഷയമല്ലാത്ത മറ്റെല്ലാ ഭൗതിക ജ്ഞാനവും ചേർന്നിട്ടുണ്ട്. ആത്മജ്ഞാനം പരാവിദ്യയിലാണ് ലഭിക്കുന്നത്. അതാണ് അനശ്വരമായ പരമതത്വം. അത് അദൃശ്യവും അഗ്രാഹ്യവുമാണ്. അതിന് നാമമോ രൂപമോ ഗോത്രമോ ഇല്ല, കരചരണങ്ങളില്ല. അത് വിഷയാതീതമാണ്, നിർവികാരമാണ്, സർവത്തിൻ്റെയും ആശ്രയസ്ഥാനമാണ്. ജ്ഞാനി ആ പരമാത്മാവിനെ ആത്മാവിൽ ദർശിക്കുന്നു. അപ്പോൾ ജ്ഞാനി താൻ തന്നെയാണ് രുദ്രൻ എന്ന് തിരിച്ചറിയുന്നു. താനും രുദ്രനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. തത്വമസി, അത് നീയാകുന്നു. രുദ്രൻ നീയാകുന്നു എന്നാണ് ഈ രുദ്രഹൃദയോപനിഷത്തിൽ നമ്മളോട് ഭഗവാൻ പറയുന്ന പ്രധാനപ്പെട്ട രഹസ്യ തത്വം. അതായത് അത് നീയാകുന്നു. നീയും രുദ്രനും രണ്ടല്ല, ഒന്ന് തന്നെ. ഇതാണ് രുദ്രഹൃദയോപനിഷത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ശിവതത്വത്തെക്കുറിച്ചിട്ടാണ് നാം ഇവിടെ കാണുന്നത്. ശിവജ്ഞാനം, ശിവപദത്തിൽ എത്തിച്ചേരുന്നു സാധകൻ. അങ്ങനെ സാധകനും ശിവനും ഒന്നായിത്തീരുന്നു. ജീവനും ശിവനും ഒന്ന് തന്നെ എന്നാണ് ഈ അസീപദത്തിലൂടെ, തത്വമസി എന്നതിലെ അസീപദത്തിലൂടെ നമ്മെ ധരിപ്പിക്കുന്നത്. അപ്പോൾ ശിവൻ തന്നെയാണ് ജീവൻ, ജീവൻ തന്നെയാണ് ശിവൻ. ത്വം തത് അസി എന്ന ഉരപ്പതേ ത്വം ദിശയാം തൽപൊരുൾ സത്യത്തിനെ കാട്ടിത്തരുന്നീ ദേഹം